തുടർച്ചയായി ഉണ്ടാകുന്ന പ്രതിപക്ഷ ആരോപണങ്ങൾ പഞ്ചായത്തിൽ വികസനം നടപ്പാക്കുന്നതിന് തടസ്സമാകുന്നതായി കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ LDF അംഗങ്ങൾ. പഞ്ചായത്തിൽ വികസനം നടപ്പാക്കുവാനാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്ഷീണം പരിശ്രമിക്കുന്നത്. പക്ഷേ ഇതിന് തടയിടുവാനാണ് പ്രതിപക്ഷം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് വാർത്തകൾ സൃഷ്ടിക്കുന്നതെന്നും ഭരണപക്ഷാംഗങ്ങൾ ആരോപിച്ചു. പഞ്ചായത്തിനെ കുറിച്ച് കുറേ ദിവസങ്ങളായിട്ട് പത്രസമ്മേളനങ്ങളും വാഗ്വാദങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് UDF ഉന്നയിക്കുന്ന കാര്യങ്ങളും യാതൊരു യാഥാർത്ഥ്യമില്ല, അതിനകത്തൊരു സത്യമില്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ഏറ്റവും അവസാനം നിന്ന് കഴിഞ്ഞ കമ്മിറ്റിയിലെ അവിടെ പ്രധാന വിഷയം ഉണ്ടാകാനുള്ള കാര്യം എന്ന് പറയുന്നത് ഫണ്ട് വീതം വെക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചയാണ് പ്രധാനമായിട്ടും പ്രസിഡന്റ് അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, ജനകീയാസൂത്രണ പ്രസ്ഥാനം കേരളത്തിൽ ഉടലെടുത്ത കാലം മുതൽ ജനകീയാസൂത്രണ പ്രശ്നഭാവം എന്ന് പറയുന്നത് പഞ്ചായത്തിനെ ഗ്രാമപഞ്ചായത്തിനെ ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് ആ ഗ്രാമപഞ്ചായത്തിന് ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് വികസന പ്രവർത്തനം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ ജനകീയാസൂത്രണം കൊണ്ട് പ്രധാനം ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കരുണാപുരം ഗ്രാമപഞ്ചായത്തിന് 17 വാർഡുകളിൽ വികസന പ്രവർത്തനം നടത്തണമെന്ന് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നിർദ്ദേശം വെച്ചു. അപ്പോൾ അങ്ങനെ നിർദ്ദേശം വെച്ചപ്പോൾ നമുക്കറിയാം, പ്രകൃതിക്ഷോഭം മൂലവും അതുപോലെ നിരവധി റോഡുകൾ 2, 3, 4, 5 വാർഡുകളെ യോജിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പല റോഡുകളും നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുണ്ട്. അപ്പോൾ ഈ മെമ്പർമാർ എഴുതി തരുന്നതിനകത്തുനിന്ന് അവനവൻ്റെ വാർഡ് ചുരുങ്ങി നിന്നുള്ള അവരങ്ങനെയാണ് ചിന്തിക്കുന്നത്. ചുരുങ്ങി ആ വാർഡിൽ മാത്രം വികസനം മതി എന്നുള്ള ചിന്താഗതിയോടുകൂടി അത് പാടില്ലാത്തതുകൊണ്ടാണ് ഒരു വാർഡിൽ 16 ലക്ഷം രൂപ വെച്ചും ബാക്കി അവശേഷിക്കുന്ന 1 കോടി രൂപയോളം പൊതുവായിട്ടുള്ള റോഡുകൾ, അതായത് നമുക്കിവിടെ മറ്റൊരു പഞ്ചായത്തുമായിട്ട് യോജിക്കുന്ന റോഡ്, വിവിധ വാർഡുകളിൽ കൂടെ കടന്നു പോകുന്ന റോഡുകൾക്ക് പ്രധാന മുൻഗണന കൊടുത്തുകൊണ്ടാണ് പ്രോജക്റ്റ് തയ്യാറാക്കാൻ തീരുമാനിച്ചത്. അതിനെതിരെയാണ് ഈ പ്രക്ഷോഭങ്ങളും ഈ സമരങ്ങളും ആവശ്യമില്ലാത്ത കലാപരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ല.